അപ്പോൾ ഇത്രയും ആൾക്കുള്ള നമ്മൾ 25 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേർക്കുള്ള ഫുഡ് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും. അല്ല കേട്ടോ, പിന്നെ അണിയറയിൽ ഒരുപാട് പേരിൻ്റെ ഹെൽപ്പ് ചെയ്യാനൊക്കെ, ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കിത് ക്ലീൻ ചെയ്ത് തരാനും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവരെയൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് മാത്രം. പിന്നെ ഫുഡ് കുക്കിംഗ് മാത്രമേ ഞാനുള്ളൂ. ഇപ്പം ചിലരെങ്കിലുമൊക്കെ ചോദിക്കും, ഇത്രയും പേർക്കുള്ള ഫുഡ് ഇതിൽ മാത്രമാണ് ഉണ്ടാക്കണം. അങ്ങനെയല്ല കേട്ടോ, വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ അടുപ്പും കാര്യങ്ങളും വേണമല്ലോ. ഞാനിതൊക്കെ ഫുള്ളായിട്ട് ചെയ്ത് ഗ്യാസുമ്മ മാത്രമാണ്. പിന്നെ ഈ ഒരു സ്റ്റൗവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത്ര വലിയൊരു പാത്രം ഇതിൽ താങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാട്ടോ ചോറൊക്കെ ഉണ്ടാക്കിയത്. 2 പ്രാവശ്യമായിട്ടാണ്. മസാലക്കൂട്ട് മാത്രം ഒന്നിച്ചുണ്ടാക്കി, ചോറൊക്കെ ഫുള്ളായിട്ട് റൈസ് വേവിച്ചതും അത് സെറ്റ് ചെയ്തതൊക്കെ 2 പാത്രത്തിലായിട്ടാണ് ചെയ്തത്. ഇനി അപ്പുറത്ത് ഒന്നിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല. പിന്നെ നല്ല മഴയാണ്, അല്ലെങ്കിൽ പിന്നെ പുറത്തൊരു അടുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് തൽക്കാലം വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് വെക്കാൻ പറ്റും. പണി വേഗമാണ്, പക്ഷേ മഴ ഉള്ള കാരണം അതൊന്നും പറ്റത്തില്ല.